ആ ജില്ലാ പഞ്ചായത്തിന് ജനറൽ ആശുപത്രി വിട്ടുകൊടുത്തത്. അത് അങ്ങേയറ്റം ശരിയായ നടപടിയായി ഞങ്ങൾ കാണുന്നില്ല. ജനങ്ങളെ ആകമാനം ദ്രോഹിക്കുന്ന ഈ നടപടിയിൽ പ്രതിഷേധിക്കുവാൻ വേണ്ടിയിട്ടാണ് UDFന്റെ കൗൺസിലർമാർ ആകമാനം ഇന്ന് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തത്. ഞങ്ങൾ നാളെയും ഈ പ്രതിഷേധ യോഗം തുടങ്ങും. കാരണം ഒരു വിട്ടുകിട്ടിയ സ്ഥാപനത്തെ കൗൺസിലിന്റെ അധികാരമില്ലാതെ, കൗൺസിൽ അംഗങ്ങൾ അറിയാതെ, അന്നത്തെ ചെയർമാൻ പോലും അറിയാതെ, ഇടതുപക്ഷത്തിന്റെ ചെയർമാൻ പോലും അറിയാതെ, അല്ലല്ല ഞങ്ങളിലും തടസ്സം. അബാൻ മേൽപ്പാലം അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ? കള്ളത്തരമല്ലേ ഉദ്ഘാടനം നടക്കുന്നത്? സ്റ്റേഡിയത്തിന്റെ പണികൾ എവിടെയെങ്കിലും പൂർത്തീകരിച്ചോ? ഹോസ്പിറ്റലിലെ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യത്തെ ഒരു നില നടത്തിയിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഞങ്ങൾ അങ്ങനെയല്ല പ്രതിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞത് MOU ഇപ്പോഴും ഈ നഗരസഭയുടെ അധീനതയിൽ നിന്നും ഈ ജില്ലാ സ്റ്റേഡിയം പോയിരിക്കുന്നു. ആ MOU മെമ്മോറാണ്ടം ഓഫ് അപ്പീൽ, അതായത് സ്റ്റേഡിയം കിട്ടുന്നത് ഞങ്ങൾ എതിരല്ലോ. അന്നത്തെ ചെയർപേഴ്സണോട് ഇപ്പുണ്ട്, മറ്റുള്ള ആളുകളുടെ ഇപ്പുണ്ട്. ഞങ്ങൾ പ്രതിഷേധിച്ചത് ആ MOU ഒപ്പിട്ടതിൽ അതിലുള്ള കരാറുകൾ ഈ നഗരസഭയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. നഗരസഭയും അധികാരമാണോ അതോ ജനങ്ങൾക്ക് നല്ല സ്റ്റേഡിയം കിട്ടുമോ? ജനങ്ങൾക്ക് സ്റ്റേഡിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ അവിടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സംഘാടക സമിതി കള്ളത്തരമല്ലേ ഇത്? അവിടുത്തെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനറൽ ആശുപത്രി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇലക്ഷൻ എടുത്തപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അതിനു വേണ്ടിയിട്ടല്ല ഇത്. അബാൻ മേൽപ്പാലം 4 വർഷക്കാലമായി അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. മാരാമൺ പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. എന്നിട്ട് ഇലക്ഷൻ അടുത്തപ്പോൾ ഇലക്ഷന്റെ വിജ്ഞാപനം പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോൾ വ്യാജമായ ഒരു ഉദ്ഘാടനം നടത്താൻ ശ്രമിക്കുന്നു. ഈ ഉദ്ഘാടനത്തിനെതിരെ, ഈ തട്ടിപ്പിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ കല്ലിട്ടുണ്ടെങ്കിൽ പണിയുവാനും UDFന് അറിയാൻ അക്കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത്, ശ്രീ സക്കീർ ഹുസൈന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ അത് നടത്താതിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടു ആ നടപടി സ്വീകരിക്കാൻ വേണ്ടി. നഗരത്തിന്റെ അവസ്ഥയെല്ലാം തരിപ്പണമായില്ലേ? അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? അവിടുത്തെ കച്ചവടക്കാർ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ? അതിൽ കൂടി റോഡിൽ കൂടി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നു. നഗരസഭാ പ്രദേശത്തെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയല്ലേ? ഇതൊക്കെ മന്ത്രി കാണണ്ടേ? ഇപ്പോൾ തന്നെ ഓരോ ആശുപത്രിയിലും പോയി കഴിഞ്ഞാൽ കത്രിക ഇപ്പൊ തയ്യക്കാർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ മതി. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കത്രിക കിട്ടും. ആ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊരു നാണം കെട്ട വിരോധാഭാസമാണ് ഈ മന്ത്രി ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു സംഘാടക സമിതി വിളിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ടേ ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇടതുപക്ഷ ഭരണം ജനങ്ങളെ ആകമാനം ദ്രോഹിക്കുന്ന നടപടിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടി ഇത് അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ സംഘാടക സമിതി. ഞങ്ങൾ ആരെയും അടിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല. ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കുവാൻ മന്ത്രി തയ്യാറാകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ, SFIയുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിവേഗം പുരോഗമിക്കുന്നു. അതിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അതാരും വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതൊരു ഗവൺമെന്റ് വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ എല്ലാ അധികാരവും പോയില്ലേ? 13 ഏക്കർ സ്ഥലത്തിന്റെ അധികാരം പോയില്ലേ? അവിടെ ഇനിയും ആളുകൾക്ക്, ഈ ജനങ്ങൾക്ക് ഈ സ്റ്റേഡിയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കപട ഉദ്ഘാടനം നടത്തുന്നത് ഞങ്ങൾ പറയുന്നത്. ഈ കപട ഉദ്ഘാടനം നടത്താതെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനം ചെയ്യണം. കപട ഉദ്ഘാടനം വെച്ചാൽ ആ സ്റ്റേഡിയത്തിന്റെ പണികൾ ഒന്നും എത്തിയിട്ടില്ല, ഇപ്പോഴും വെച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ തവണ ഇവർ ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെയായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം. ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ഈ കള്ള കപട ഉദ്ഘാടന മാമാങ്കത്തിന് എതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്